ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏപ്രിൽ 2023 ഏപ്രിൽ മാസത്തെ ബുള്ളറ്റിനിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് CA ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. പാലക്കാട് സ്വദേശിയും പ്രശസ്ത ഗ്രാഫിക് ചിത്രകാരനുമായ പ്രൊഫസർ വി നാഗദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമി അധ്യക്ഷനായി നിയമിതനായി. അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് കേന്ദ്ര ലളിതകലാ അക്കാദമി അധ്യക്ഷനായിട്ട് ആരാണ് നിയമിതനായത്? വി നാഗദാസ് ആണ് കേട്ടോ. പാലക്കാട് സ്വദേശിയാണ്, പ്രശസ്ത ഗ്രാഫിക് ചിത്രകാരനുമാണ്. നാഗദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് നിയമിതനായത്. ഇനി സാംസ്കാരിക വകുപ്പിൻ്റെ തകഴി പുരസ്കാരം 2023 തകഴി പുരസ്കാരം കിട്ടിയതാണ് എം മുകുന്ദന്. സാംസ്കാരിക വകുപ്പിൻ്റെ തകഴി പുരസ്കാരം 2023 കിട്ടിയത് എം മുകുന്ദനും 2024 തകഴി പുരസ്കാരം കിട്ടിയത് MK സാനുവിനുമാണ്. MK സാനു. ഇനി ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സിൽ 2023 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം സിംഗപ്പൂരിലെ ചാങ്ങി വിമാനത്താവളത്തിനാണ് കിട്ടിയത്. അപ്പോൾ എന്താണ്? ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ട്രാക്സ് വേൾഡിൻ്റെ 2023 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിൽ ഒന്നാമതെത്തിയത് സിംഗപ്പൂരിലെ ചാങ്ങി വിമാനത്താവളമാണ്. ഇനി ഇറ്റാലിയൻ സീരി എ ഫുട്ബോളിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി AC മിലാൻ്റെ സ്വീഡിഷ് താരമായിട്ടുള്ള സ്ലാറ്റർ ഇബ്രാഹിമോവിച്ച് ആണെന്ന്. ഇറ്റാലിയൻ സീരി എ ഫുട്ബോളിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി AC മിലാൻ്റെ സ്വീഡിഷ് താരമായിട്ടുള്ള സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് ആണ് ഏറ്റവും പ്രായം കൂടിയ താരം കേട്ടോ. സ്ലാറ്റർ ഇബ്രാഹിമോവിച്ച്. ഇനി പ്രമുഖ ഗ്രന്ഥകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ സാധു ഇട്ടിയവര അന്തരിച്ചു എന്ന്. അപ്പോൾ സാധു ഇട്ടിയവര. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അന്തർദേശീയ ബഹുമതിയായ ആൽബർട്ട് ഷെയ്റ്റ്സർ പുരസ്കാരം, ആൽബർട്ട് ഷെയ്റ്റ്സർ അവാർഡ്, ആൽബേറിയ ഇൻ്റർനാഷണൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രമുഖ ഗ്രന്ഥകാരനും സാമൂഹിക പരിഷ്കർത്താവും ആയ സാധു ഇട്ടിയവര കേട്ടോ. സാധു ഇട്ടിയവരെയാണ് അന്തരിച്ചത്. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അന്തർദേശീയ ബഹുമതിയായ ആൽബർട്ട് ഷെയ്റ്റ്സർ അവാർഡും അതുപോലെ തന്നെ ആൽബേറിയൻ ഇൻ്റർനാഷണൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. അടുത്ത മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾക്ക് കിട്ടി. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് കിട്ടിയത്. അതിൽ തന്നെ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് VK ദീപയ്ക്ക് കിട്ടി. VK ദീപയ്ക്കാണ് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് കിട്ടിയത്. വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരത്തിനാണ് ലഭിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 16ാമത്താണ് 2023 16ാമത് മലയാറ്റൂർ അവാർഡാണ് ബെന്യാമിന് നിശബ്ദ സഞ്ചാരങ്ങളും അതേപോലെ തന്നെ യുവ എഴുത്തുകാർക്കുള്ള VK ദീപയ്ക്ക് വുമൺ എഡിറ്റേഴ്സും കിട്ടി. ഇനി 17ാമത് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ്, അതായത് നമ്മുടെ 2024 കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സാറാ ജോസഫിൻ്റെ എസ്തർ എന്ന നോവലിനാണ്. എസ്തർ എന്ന നോവലിന് സാറാ ജോസഫിനാണ് കിട്ടിയത്. അതിൽ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം കിട്ടിയത് രജനി സുരേഷിനാണ്. വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന കൃതിക്കാണ് നമ്മുടെ രജനി സുരേഷിന് ഇത് മലയാറ്റൂറിൻ്റെ യുവ സാഹിത്യ പുരസ്കാരം കിട്ടിയത്. ഓക്കെ, ഇനി സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ 2022 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളിൽ ഇന്ത്യ 8ാം സ്ഥാനത്താണ്. അപ്പോൾ സ്വിസ് സ്ഥാപനമായ IQ എയർ റിപ്പോർട്ട് പുറത്തിറക്കിയ 2022 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 8ാം സ്ഥാനമാണ്. ആഫ്രിക്കൻ രാജ്യമായ ചാഡാണ് ഇതിൽ ഒന്നാമതായിട്ടുള്ളത്. ഇനി ഇതേ റിപ്പോർട്ട് തന്നെ പുതിയതിറങ്ങിയിട്ടുണ്ട്. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ 2023 റിപ്പോർട്ട് എയർ ക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 2ആണ് ഇന്ത്യയുടെ സ്ഥാനം. ഇതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ ബംഗ്ലാദേശാണ്. ഫസ്റ്റ് ബംഗ്ലാദേശ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം അത് ഇന്ത്യൻ നഗരമാണ്. ഇന്ത്യൻ നഗരമായിട്ടുള്ള ബീഹാറിലെ ബഗുസരായ് ആണ് കേട്ടോ. ബീഹാറിലെ ബഗുസരായ് ആണ് ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരങ്ങളിൽ ഒന്നാമതെത്തിയത്. ഏറ്റവും മലിനീകരിക്കപ്പെട്ട ക്യാപിറ്റൽ സിറ്റി ചോദിച്ചുള്ളത് ഡൽഹിയുമാണ്. തിരുത്തുണ്ട്. നമ്മുടെ 2023 ഇന്ത്യയുടെ റാങ്ക് 3ആണ് കേട്ടോ. ഇന്ത്യയുടെ റാങ്ക് 3ആണ്. അതിൽ ഫസ്റ്റ് വന്നേക്കുന്ന ബംഗ്ലാദേശും സെക്കൻഡ് പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാന് ശേഷമാണ് നമ്മുടെ ഇന്ത്യ മൂന്നാമതായിട്ട് വന്നേക്കുന്നത്. ഈ റിപ്പോർട്ടിന് 2022 ഇന്ത്യ സ്ഥാനം 8ആണ്. പിന്നെ നമ്മുടെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ബഗുസരായ് തന്നെയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറാണ്. 2022 നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ചോദിച്ചാൽ ഭിവാഡിയാണ് കേട്ടോ. രാജസ്ഥാനിലെ ഭിവാഡിയാണ്. ഇനി പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയത്തിൻ്റെ പുതിയ ചെയർമാനായിട്ട് G കൃഷ്ണകുമാർ നിയമിതനായി. പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയം BPCLൻ്റെ പുതിയ മേധാവിയായിട്ട് നിയമിതനായത് G കൃഷ്ണകുമാറാണ് കേട്ടോ. G കൃഷ്ണകുമാർ. സ്വിറ്റ്സർലാൻഡുകാരനായ ജിയാനി ഇൻഫാന്റിനോ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ പ്രസിഡന്റായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ പ്രസിഡന്റായിട്ട് 3ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ജിയാനി ഇൻഫാന്റിനോ കേട്ടോ. ജിയാനി ഇൻഫാന്റിനോ ആണ് ഫിഫയുടെ പ്രസിഡന്റായിട്ട് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്.
മുൻ അഡ്വക്കേറ്റ് ജനറലും മുതിർന്ന അഭിഭാഷകനുമായ KP ദണ്ഡപാണി അന്തരിച്ചു. അപ്പോൾ KP ദണ്ഡപാണി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ മുൻ അഡ്വക്കേറ്റ് ജനറലും അതേപോലെ തന്നെ അഭിഭാഷകനുമാണ്. മുൻ അഡ്വക്കേറ്റ് ജനറലാണ് KP ദണ്ഡപാണി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനായി കർണാടകയിലെ ഹുബ്ബള്ളി ശ്രീ സിദ്ധരുത സ്വാമി റെയിൽവേ സ്റ്റേഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സ്റ്റേഷനാണ് ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ. എവിടെയെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. അല്ലെങ്കിൽ വേറെ പേര് ശ്രീ സിദ്ധരുത സ്വാമി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി അടുത്ത KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ 2022 വനിതാ രത്നം പുരസ്കാരം കിട്ടി. അപ്പോൾ 2022 വനിതാ രത്നം പുരസ്കാരം കിട്ടിയവരാണ് KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ, അതുപോലെ ഡോക്ടർ RS ബിന്ദുവാണ്. ഇനി ഇതുപോലെ 2023 വനിതാ രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രതികൂലമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ ആ ഒരു വിഭാഗത്തിൽ കിട്ടിയത് ജിലുമോൾ മാരിയറ്റിനാണ്. ജിലുമോൾ മാരിയറ്റ്. ഇനി സാമൂഹിക സേവന വിഭാഗത്തിൽ കിട്ടിയത് വിജി പെൺകുട്ടിനാണ്. സാമൂഹിക സേവന രംഗത്ത് കിട്ടിയത് വിജി പെൺകുട്ടിനാണ്. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക മേഖലയിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഇനത്തിലാണെങ്കിൽ അത് അന്നപൂർണി സുബ്രഹ്മണ്യത്തിനാണ്. വിദ്യാഭ്യാസം, ശാസ്ത്ര മേഖല. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൻ്റെ ഡയറക്ടറാണ് അവർ. അതേപോലെ നമ്മുടെ കായിക രംഗത്തെ മികവ് തെളിയിച്ചതിൽ ട്രീസ ജോളിക്കാണ് കിട്ടിയിരിക്കുന്നത്. കായിക രംഗമാണെങ്കിൽ ട്രീസ ജോളിയാണ്. ട്രീസ ജോളിയുടെ ഇനം ബാഡ്മിൻ്റൺ ആണ്. കണ്ണൂറുകാരിയാണ്. ഇനി സാമൂഹിക സേവനം നമ്മൾ വിജയ് പെൺകുട്ടി പറഞ്ഞാണ്. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരം കിട്ടിയത് കുടുംബശ്രീക്കാണ്. കുടുംബശ്രീ ഫോം ചെയ്തിട്ട് 25 വർഷങ്ങളായതിൻ്റെ സാമ്പത്തികവും സാമൂഹികമായ ഉന്നമനം കൈവരിച്ചതിൻ്റെ ഒരു ഇതായിട്ടാണ് ആ ഒരു പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. ഇത് 2022 വനിതാരത്ന പുരസ്കാരമാണ്. KC ലേഖ നമ്മുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. നിലമ്പൂർ ആയിഷ ആണെങ്കിൽ സാമൂഹിക സേവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് നെപ്പോളിയൻ്റെ പുതിയ പ്രസിഡൻ്റായി നേപ്പാളിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രാംചന്ദ്ര പൗഡലാണ്. നേപ്പാളിൻ്റെ പുതിയ പ്രസിഡൻ്റ് ആണെങ്കിൽ രാംചന്ദ്ര പൗഡലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഒരു പുഷ്പയാണ് കേട്ടോ, പുഷ്പ. ഇനി ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് ലീ ചിയാങ്. ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയാണെങ്കിൽ ലീ ചിയാങ്ങും ചൈനയുടെ പ്രസിഡൻ്റ് ആണെങ്കിൽ അത് ഷി ജിൻപിങ് അല്ലേ, ഷി ജിൻപിങ്. അടുത്തത് സൽഹൌദുനാവോ ക്രൂസോ നാഗാലാൻഡിലെ ആദ്യ വനിതാ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ നാഗാലാൻഡിലെ ആദ്യ വനിതാ മന്ത്രിയാണ് സൽഹൌദുനാവോ ക്രൂസോ കേട്ടോ. ഒരു ക്രൂസേ ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നാഗാലാൻഡിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് ഒരു ക്രൂസേ കേട്ടോ, സൽഹൌദുനാവോ ക്രൂസേ. ഇനി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദീനദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ 2021-22 സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിങ്ങിൽ കേരളത്തിന് 2ാം സ്ഥാനമെന്ന് കേട്ടോ. ഇതിൻ്റെ നടത്തിപ്പിലാണ് 2ാം സ്ഥാനം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നമ്മുടെ ദീനദയാൽ അന്ത്യോദയ ദേശീയ നഗര ഉപജീവന ദൗത്യത്തിൽ അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതിൻ്റെ നടത്തിപ്പിൽ നല്ല രീതിയിൽ നടത്തിയതിൽ ഇന്ത്യക്ക് കേരളത്തിന് എത്ര സ്ഥാനമാണ്? ഈ 2ാം സ്ഥാനമാണ് കേരളത്തിന്. ഇനി 2023 ISL ഫുട്ബോൾ കിരീടം MTK മോഹൻ ബഗാൻ. ISL പുതിയത് വന്നിട്ടുണ്ട്. 2024 ISL ഫുട്ബോൾ കിരീടം കിട്ടിയത് മുംബൈ സിറ്റീസിനാണ് കേട്ടോ. അപ്പോൾ 2023 ISL കിട്ടിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ATK മോഹൻ ബഗാനും 2024 ISL കിട്ടിയത് മുംബൈ സിറ്റിക്കുമാണ് കിട്ടിയത്. 2023 ഫൈനൽ നടന്നത് ബാംഗ്ലൂരു ഫൈനലിൽ ബാംഗ്ലൂർ FCനെയാണ് പരാജയപ്പെടുത്തിയത്. 2024 മുംബൈ സിറ്റി പരാജയപ്പെടുത്തിയത് മോഹൻ ബഗാനാണ് മുംബൈ സിറ്റി പരാജയപ്പെടുത്തിയത്. ഇനി 2024 നമ്മുടെ ISL ഫുട്ബോൾ കിരീടം ജേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ ജേതാക്കൾ മുംബൈ സിറ്റിയാണ്. ഇതിൻ്റെ ഫൈനൽ വേദി എവിടെയെന്ന് ചോദിച്ചാൽ കൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയം അല്ലെങ്കിൽ വിവേകാനന്ദ സ്റ്റേഡിയം, 2 പേരുണ്ട്. കൽക്കട്ട സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഓക്കെ, ഇനി ലോക വനിതാ ബോക്സിങ്ങിൽ ഇന്ത്യക്ക് സുവർണ്ണ നേട്ടം. നിഖാത് സരീൻ, ലവ്ലിന ബൊർഗോഹെയ്ൻ, നീതു ഗൻഗാസ്, സ്വീറ്റി ബുറ എന്നിവർ സ്വർണ്ണ മെഡൽ നേടി. മേരികോമിന് ശേഷം തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന താരമാണ് നിഖാത് സരീൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. മേരികോമിന് ശേഷം തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന ഗുസ്തി താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് നിഖാത് സരീനാണ് കേട്ടോ, നിഖാത് സരീനാണ്. അപ്പോൾ നിഖാത് സരീൻ, ലവ്ലിന ബൊർഗോഹെയ്ൻ, നീതു ഗൻഗാസ്, സ്വീറ്റി ബുറയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബോക്സിംഗ് ആണ് കേട്ടോ, ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട താരങ്ങളാണ്.
ഇനി സെപ്റ്റേജ് മാലിന്യ ശേഖരണത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം. സെപ്റ്റേജ് മാലിന്യ ശേഖരണത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിന് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം ലഭിച്ചത്. സ്വിസ് ഓപ്പണിൻ്റെ സൂപ്പർ സീരീസ് 300 ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യൻ താരങ്ങളായ സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. അപ്പോൾ ഇവർക്ക് കിട്ടിയത് സ്വിസ് ഓപ്പൺ സൂപ്പർ സീരീസ് 300 ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കേട്ടോ. സ്വാതിക് സായിരാജിനും ചിരാഗ് ഷെട്ടിക്കും കിട്ടിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ താരങ്ങൾ സ്വിസ് ഓപ്പൺ ഡബിൾസ് കിരീടം സ്വന്തമാക്കുന്നത്. അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ OneWebന്റെ 36 ഉപഗ്രഹങ്ങൾ കൂടി ഇന്ത്യയുടെ LVM-3 റോക്കറ്റ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. അപ്പോൾ ആരുടെയാണ് 36 ഉപഗ്രഹങ്ങൾ എത്തിച്ചതെന്ന് ചോദിച്ചാൽ OneWebന്റെ ആണ്. അതിൻ്റെ റോക്കറ്റ് LVM-3യിലാണ് എത്തിച്ചത്. LVM-3യിലാണ് OneWebന്റെ 36 ഉപഗ്രഹങ്ങൾ എത്തിച്ചത്. ഇനി ഗണിതശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ആബേൽ പുരസ്കാരം കിട്ടിയത്. 2023 ആബേൽ പുരസ്കാരമാണെങ്കിൽ ലൂയിസ് കഫ്രലിക്കാണ് കിട്ടിയത്. എന്നാൽ 2024 ആബേൽ പുരസ്കാരം കിട്ടിയത് മൈക്കിൾ തലാഗ്രാൻഡിനാണ്. 23 ലൂയിസ് കഫ്രലിയും 24 മൈക്കിൾ തലാഗ്രാൻഡുമാണ്. നമുക്ക് 2024 വേണ്ട ഖാദി എക്സാമിനും LDC എക്സാമിനും 23 അതുപോലെ 24 പുരസ്കാരങ്ങളാണെങ്കിലും ഇവൻറ്റ്സ് ആണെങ്കിലും എല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. അവർ 23 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 23 എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. 23 ആബേൽ പുരസ്കാരം ലൂയിസ് കഫ്രലിക്കും 24 മൈക്കിൾ തലാഗ്രാനുമാണ് കിട്ടിയത്. അതിൽ 23 ISL കിട്ടിയത് ATK മോഹൻ ബഗാനും നമ്മുടെ 24 ISL കിട്ടിയത് മുംബൈ സിറ്റിക്കുമാണ്. ഓക്കെ. ഇനി പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിനാണ്. പ്രഥമ വനിതാ പ്രീമിയർ അത് പഠിക്കണം, കാരണം പ്രഥമ ആയതുകൊണ്ട് 2023 നടന്ന വനിതാ ക്രിക്കറ്റ് ആർക്കാണ് കിട്ടിയത് വെച്ചാൽ മുംബൈ ഇന്ത്യൻസിനാണ്. 2024 വനിതാ IPL കിട്ടിയത് ആർക്കാണ്? അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാണ് കിട്ടിയത്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനാണ് പരാജയപ്പെടുത്തിയത്. 2023 പ്രഥമ IPL വനിതയിൽ അവർ പരാജയപ്പെടുത്തത് ഡൽഹി ക്യാപിറ്റൽസിനെയാണ്. 2024 നടന്ന IPL പരാജയപ്പെടുത്തിയത് ആരെ തന്നെയാണെന്ന് ചോദിച്ചാൽ അതും ഡൽഹി ക്യാപിറ്റൽസിനെ തന്നെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി ലോകത്ത് ആദ്യമായിട്ട് 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് ടെറാൻ 1. ലോകത്തിൽ ആദ്യമായിട്ട് 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റ് ചോദിച്ചാൽ ടെറാൻ 1 ആണ് കേട്ടോ. ലോകത്തിൽ ആദ്യമായിട്ട് 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റ് ചോദിച്ചാൽ ടെറാൻ 1 ആണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം ഡാർക്ക് സ്കൈ റിസർവ് വരുന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ്. ഡാർക്ക് സ്കൈ റിസർവ് വരുന്നത് ചോദിച്ചാൽ ലഡാക്കിലെ ഹാൻലെയിലും, ഡാർക്ക് സ്കൈ പാർക്ക് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്രയിലുമാണ്. പെഞ്ച് ടൈഗർ റിസർവ് ശരിക്കും നമ്മൾ മധ്യപ്രദേശാണ് പറയാറെങ്കിലും ഈ ഒരു റിസർവ് ഈ പാർക്ക് വന്നത് മഹാരാഷ്ട്രയിലുള്ള പെഞ്ചാണ്. കാരണം പെഞ്ച് എന്ന് പറയുന്നത് ഈ മഹാരാഷ്ട്രയ്ക്കും മധ്യപ്രദേശിനും അതിർത്തിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയാണ് ഇത് ശരിക്കും കൊണ്ടുവരുന്നത്. ഇനി ഇംഫാലിൽ നടക്കുന്ന ത്രിരാഷ്ട്ര കപ്പ് ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഇംഫാലിൽ നടന്ന ത്രിരാഷ്ട്ര കപ്പ് ഫുട്ബോൾ കിട്ടിയത് ഇന്ത്യക്കാണ്. അവസാന മത്സരത്തിൽ കിർഗിസ്ഥാനെ തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ ജേതാക്കളായത്. മത്സരത്തിൽ 1 ഗോൾ നേടിയതോടെ 85 ഗോളുകളുമായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ നേടിയവരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സുനിൽ ഛേത്രി 5ാം സ്ഥാനത്തെത്തി. അന്താരാഷ്ട്ര മത്സരത്തിൽ ഏറ്റവും അധികം ഗോൾ നേടുന്നവരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സുനിൽ ഛേത്രി ഇപ്പം 5ാം സ്ഥാനമല്ല, ഇപ്പം സുനിൽ ഛേത്രി 4ാം സ്ഥാനമാണ് കേട്ടോ. അന്താരാഷ്ട്ര ഇതിൽ ഗോളുകളുടെ എണ്ണത്തിൽ നമ്മുടെ സുനിൽ ഛേത്രീൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 4ാം സ്ഥാനമാണ്. പക്ഷേ സജീവമായിട്ട് കളിക്കുന്നവരുടെ കൂട്ടത്തിൽ സുനിൽ ഛേത്രിയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് 3ാമതാണ് കേട്ടോ, സജീവമായിട്ട് കളിക്കുന്നവരുടെ ഇടത്തിൽ. അതുപോലെ തന്നെ വേറൊരു അപ്ഡേഷനും കൂടെ ഉണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഗോളുകൾ ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോവും. 2ാം സ്ഥാനം ഇപ്പം മെസ്സി കയറിയിട്ടുണ്ട്. 3ാം സ്ഥാനമാണ് ഇറാൻ്റെ അലി ദെയ് എന്ന് പറഞ്ഞ ആൾ, അയാൾ വിരമിച്ചതാണ് താരം. അപ്പോൾ അലി ദെയ് 3ാം സ്ഥാനം, 4ാം സ്ഥാനം നമ്മുടെ സുനിൽ ഛേത്രിയാണ്. ഇനി ATV മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി ഇന്ത്യയുടെ രോഹൻ ബോപ്പണ്ണ. ATP മാസ്റ്റേഴ്സിലെ 1000 വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ താരം ചോദിച്ചുള്ളത് രോഹൻ ബോപ്പണ്ണയാണ്. ഇന്ത്യൻ വെൽസ് ഓപ്പണിൽ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയതാണ് റെക്കോർഡിനുടമയായത്. അടുത്ത ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരത്തിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനാണ് കിട്ടിയത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയ്ക്കാണ് ആർദ്ര കേരള പുരസ്കാരം കിട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, ഏതാണ് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ്. പിറവം മുനിസിപ്പാലിറ്റി പിറവമാണ്. ആർദ്രം കേരളത്തിനൊന്നും പുതിയ അപ്ഡേഷനൊന്നും ഇല്ല, 2023 വന്നത് തന്നെയാണ്.
ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കുക. ആർദ്രം കേരളത്തിൽ കോഴിക്കോടിനാണ് മികച്ച ജില്ലാ പഞ്ചായത്ത്. തിരുവനന്തപുരം മികച്ച കോർപ്പറേഷനാണ്. പിറവം മികച്ച മുനിസിപ്പാലിറ്റിയാണ്. മുളന്തുരുത്തിയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. അതുപോലെ പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത്, പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിലാണെങ്കിൽ ചെന്നീർക്കരയാണ്. ഇതിനൊക്കെയാണ് 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അടുത്ത ഇ ടെൻഡർ പോർട്ടലിൻ്റെ മികച്ച നടത്തിപ്പിന് സംസ്ഥാന IT മിഷന് ദേശീയ പുരസ്കാരം. ഇ ടെൻഡർ പോർട്ടലിൻ്റെ മികച്ച നടത്തിപ്പിന് കേരള സംസ്ഥാനത്തെ IT മിഷനാണ് ദേശീയ പുരസ്കാരം കിട്ടിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ അർജന്റീനിയൻ താരം ലയണൽ മെസ്സിക്ക് 100 ഗോളുകൾ. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ അർജന്റീനിയൻ താരമായിട്ടുള്ള ലയണൽ മെസ്സിക്ക് 100 ഗോളുകൾ കിട്ടി. ഈ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ താരമാണ് പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ 3ാമത്തെ താരമാണ് ഇതെന്ന്. മെസ്സി, അതുപോലെ റൊണാൾഡോ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇറാൻ്റെ അലി ദെയ്. ഇവർ 3 പേരാണ് 100ൽ നിൽക്കുന്ന ആൾക്കാർ. അതിലിപ്പം 107 അങ്ങനെ എന്തോ ഗോളുകൾ ഉണ്ടെന്ന് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയാം മെസ്സിക്ക്. അതിൽ നമ്മുടെ 3rd സ്ഥാനമാണ് സുനിൽ ഛേത്രി. നമ്പർ ഓഫ് ഗോൾസ് പഠിക്കണം, കാരണം ഈയിടയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച താരമാണ് സുനിൽ ഛേത്രി. 94 സുനിൽ ഛേത്രിയുടെ നമ്പർ ഓഫ് ഗോൾസ്. ഫസ്റ്റ് നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ 130 ഗോൾസുകളാണ്. മെസ്സിക്ക് ഇപ്പം 109 ഗോൾസ് എന്നാണ് കാണിക്കുന്നത്. അലീദയും 109 തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അതൊന്ന് കൺഫേം ചെയ്തിട്ട് പഠിച്ചാൽ മതി ടോട്ടൽ ഗോൾസ്. ഓക്കെ, അടുത്ത ദിവസമാണ് കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹത്തിന് മാർച്ച് 30-ന് 100 വയസ്സെന്ന്. അപ്പം നമ്മുടെ വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റാണ് 1924 മാർച്ച് 30-ന് സ്റ്റാർട്ട് ചെയ്തു. 24 ഒക്ടോബർ 2-ന് എൻഡ് ചെയ്തു. അതായത് കെ കാളപ്പന സത്യാഗ്രഹം 1924 സെപ്റ്റംബർ 2-ന് എൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് മാർച്ച് 30-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 100 വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ചെയ്തത്. സോറി മിസ്റ്റേക്ക് ഉണ്ട്. 1925 നവംബർ 23-നാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം എൻഡ് ചെയ്തത്. അതായത് കിഴക്കേ നട ഒഴികെയുള്ള ബാക്കി നടകളൊക്കെ നടയിലേക്കുള്ള പാതകളൊക്കെ തുറന്നു കൊടുത്തപ്പോഴാണ് എൻഡ് ആയത് കേട്ടോ. അപ്പോൾ 1924 മാർച്ച് 30-ന് സ്റ്റാർട്ട് ചെയ്തു. 1925 നവംബർ 23-ന് എൻഡ് ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് 1932 നവംബർ 1-ന് അത് സ്റ്റാർട്ട് ചെയ്യുകയും 1932 ഒക്ടോബർ 2-ന് നമ്മുടെ കെ കാളപ്പൻ സത്യാഗ്രഹം എൻഡ് ചെയ്തതോട് കൂടിയിട്ട് ഈ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിക്കുകയാണ് ചെയ്തത്. അത് അതിൻ്റെ ഫാക്റ്റ് ആയിരുന്നു കേട്ടോ. 32 ഒക്ടോബർ 2-ന് അത് എൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. വിഖ്യാത കലാകാരൻ വിവാൻ സുന്ദരം അന്തരിച്ചു. വിഖ്യാത കലാകാരനായ വിവാൻ സുന്ദരം അന്തരിച്ചു. ശില്പനിർമ്മാണം, ചിത്രകല, ഫോട്ടോഗ്രാഫി, ഇൻസ്റ്റലേഷൻ തുടങ്ങിയ മേഖലകളിലെ കഴിവ് തെളിച്ചിട്ടുണ്ട് വിവാൻ സുന്ദരം. ഇനി സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാംസ്കാരിക മേഖലയിൽ ആസിഫ് അലി, അതുപോലെ കായിക മേഖലയിൽ ഒളിമ്പ്യൻ PR ശ്രീജേഷിന് കിട്ടി. സാഹിത്യത്തിനുള്ള MK ഷബീദയുമാണ് പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ 2023 യുവജന കമ്മീഷന് യൂത്ത് ഐക്കൺ പുരസ്കാരം കിട്ടിയത് ആസിഫ് അലിക്കും, കായിക താരത്തിൽ നമ്മൾ PR ശ്രീജേഷിന് കിട്ടിയിട്ടുണ്ട്. ഇനി സാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയത് MK ഷബീദയ്ക്കുമാണ്. ഇനി 2024 സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമ്മുടെ ബേസിൽ ജോസഫിനാണ് യുവ കവി പുരസ്കാരം കിട്ടിയത്. ബേസിൽ ജോസഫിന്. ഇനി ഈ വട്ടത്തിൽ 2024 ബേസിൽ ജോസഫ് പറഞ്ഞു ആൻസി സോജൻ ഉണ്ട്, അതുപോലെ K അഖിലുണ്ട്, അശ്വിൻ പറവൂരുണ്ട്, സജീഷ് KV ഉണ്ട്, ശ്രീനാഥ് ഗോപിനാഥ് ഉണ്ട്. ഇതും പഠിക്കണം, കാരണം ആസിഫ് അലി നമ്മുടെ ഒളിമ്പ്യൻ PR ശ്രീജേഷിനൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അത് പഠിക്കണം. ഇത് കൂടാതെ 2024 ബേസിൽ ജോസഫാണ് സാഹിത്യ രംഗത്ത്. അതുപോലെ ആൻസി സോജൻ ഉണ്ട്, K അഖിലുണ്ട്, അശ്വിൻ പറവൂരുണ്ട്, സജീഷ് KV ഉണ്ട്, ശ്രീനാഥ് ഗോപിനാഥ് ഉണ്ട് കേട്ടോ. ഇത്രയും പേർക്കാണ്. സ്പോർട്സ് കാറ്റഗറിയിലാണ് ആൻസി സോജന് കിട്ടിയത്. ലോങ് ജമ്പറാണ് ആൻസി സോജൻ കേട്ടോ. ലോങ് ജമ്പറാണ്. ബേസിൽ ജോസഫ് ആണെങ്കിൽ സാംസ്കാരിക രംഗത്ത് കിട്ടിയതാണ്. ഇനി റൈറ്ററാണ് K അഖിൽ സാഹിത്യകാരനാണ്. സോഷ്യൽ സർവീസ് രംഗത്താണ് ശ്രീനാഥ് ഗോപിനാഥ്. അഗ്രികൾച്ചർ രംഗത്ത് അശ്വിൻ പറവൂരിന് കിട്ടിയത്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആളാണ് അശ്വിൻ പറവൂർ. ഇനി ഇൻഡസ്ട്രി വ്യവസായമായിട്ട് ബന്ധപ്പെട്ടതാണ് സജീഷ് KV കേട്ടോ. സജീഷ് KV ആണെങ്കിൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അത് പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി മലയാളിയായ K വിനോദചന്ദ്രൻ നിയമിതനായി. അപ്പം മലയാളിയായ K വിനോദചന്ദ്രൻ ഏത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസാണ് ആയെന്ന് ചോദിച്ചാൽ പാറ്റ്ന ഹൈക്കോടതി കേട്ടോ. K വിനോദചന്ദ്രൻ പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായി. ഇനി ബ്രിട്ടീഷ് ഹാസ്യതാരവും ലൈംഗിക ന്യൂനപക്ഷ
ലൈംഗിക ന്യൂനപക്ഷ അവകാശങ്ങളുടെ പ്രചാരകനുമായ പോൾ ഒ ഗ്രേഡി അന്തരിച്ചു. ബ്രിട്ടീഷ് ഹാസ്യതാരമാണ്, അതുപോലെ ലൈംഗിക ന്യൂനപക്ഷ അവകാശങ്ങളുടെ പ്രചാരണമാണ് ആര്? പോൾ ഒ ഗ്രേഡി അന്തരിച്ചു. ഇനി സംഗീത സംവിധായകനും നായകനുമായ വിദ്യാധരൻ, നാടക സംവിധായകനും രചയിതാവുമായ ദീപ, സംവിധായകനുമായ ഗോപിനാഥ് കോഴിക്കോട്, ചെണ്ട ഇടയ്ക്ക കലാകാരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ്. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, 2024 അപ്ഡേറ്റഡ് ആയിട്ടുള്ള പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ കേരള സംവിധായകനും ഗായകനുമായ വിദ്യാധരനും നാടക സംവിധായകനും രചയിതാവുമായ ദീപ. ഓക്കെ, ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കേരള സംഗീത നാടക അക്കാദമിയുടെ ലേറ്റസ്റ്റ് ഫെലോഷിപ്പ് കിട്ടിയ 3 പേരാണ്. നമ്മുടെ പാറശാല രവി, മൃദംഗവുമായിട്ട് ബന്ധപ്പെട്ട പാറശാല രവിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാണ്ട് കലാവിജയൻ, മോഹിനിയാട്ടമായിട്ട് ബന്ധപ്പെട്ട കലാവിജയൻ, അതേപോലെ നാടക സംവിധായകനായ TM എബ്രഹാം. ഇവർക്ക് ഇത്രയും പേർക്കാണ് 2024 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകൾ കിട്ടിയത്. 3 പേർക്കാണ്. ഇത് പഠിച്ചാൽ മതി. പാറശാല രവി മൃദംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കലാവിജയനാണെങ്കിൽ മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. TM എബ്രഹാം ആണെങ്കിൽ നാടക സംവിധായകനാണ് കേട്ടോ. TM എബ്രഹാം നാടക സംവിധായകനാണ്. അങ്ങനെ ഇവർക്ക് 3 പേർക്കും കിട്ടി. ഇനി 17 പേർക്ക് അക്കാദമി അവാർഡും 22 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. 17 പേർക്ക് അക്കാദമി അവാർഡ്, 22 പേർക്ക് ഗുരുപൂജ പുരസ്കാരം, 3 പേർക്ക് ഫെലോഷിപ്പ്. അതിൽ വരുന്നതാണ് പാറശാല രവി ഉണ്ട്, TM എബ്രഹാം ഉണ്ട്, കലാവിജയൻ ഉണ്ട്. കലാവിജയൻ്റെ ഇനം നോക്കിക്കോ, അത് മോഹിനി ആട്ടമാണ് കേട്ടോ കലാവിജയൻ. ഇനി പാറശാല രവി ആണെങ്കിൽ മൃദംഗവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അത് സംഗീത സംവിധായകനും. അതുപോലെ പാറശാല രവിക്ക് ഈ വട്ടത്തെ നമ്മുടെ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ ആചാര്യ പുരസ്കാരം, കലാ ആചാര്യ പുരസ്കാരം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്, 2 പഠിച്ചു വെക്കാം. അടുത്താണ് CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം കിട്ടിയത് പെരുമ്പടവം ശ്രീധരനാണ് കേട്ടോ. CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം കിട്ടിയത് 2023 കിട്ടിയത് പെരുമ്പടവം ശ്രീധരനാണ്. അടുത്ത പ്രമുഖ സാഹിത്യകാരി സാറ തോമസ് അന്തരിച്ചു. സാറ തോമസിൻ്റെ കൃതികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. സാറ തോമസ് അന്തരിച്ചു. സാറ തോമസിന് നാർമണിപ്പുടവ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാറ തോമസിൻ്റെ ആണ് നാർമണിപ്പുടവ. അതിനെന്ത് കിട്ടിയിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ സാറ തോമസിൻ്റെ കൃതി ചോദിച്ചാൽ നാർമണിപ്പുടവയാണ് കേട്ടോ. സാറ തോമസ് ആണ്. ഇനി മലയാളത്തിൻ്റെ നിറച്ചെരി മാഞ്ഞു. 5 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന നടനും മുൻ MP-യും താരസംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റുമായ ഇന്നസെൻ്റ് അന്തരിച്ചു. ഇന്നസെൻ്റ് ഏത് വർഷമാണ് നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ നിന്നും ലോകസഭയിലേക്ക് പോയത്, ആ ഒരു വർഷവും പിന്നെ ഏത് മണ്ഡലമാണ് അതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയുണ്ട്, ആദ്യ സിനിമയുണ്ട്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്താണ് ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ അർജൻറ്റീനയ്ക്ക് 1ാം സ്ഥാനം. ഫിഫയുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ അർജൻറ്റീനയ്ക്ക് 1ാം സ്ഥാനമാണ്. ഫ്രാൻസ്, ബ്രസീൽ, ബെൽജിയം എന്നിവയാണ് യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങളിൽ. ഇന്ത്യയുടെ റാങ്ക് 101 ആണ്. ശരിക്കും ഇത് 2023 ഒരു കണക്കാണ്. അതിനുശേഷം കുറേ 100 എന്നൊക്കെ മാറി 121 വന്നു. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 124 കേട്ടോ. ലേറ്റസ്റ്റ് പഠിച്ചാൽ മതി. ലേറ്റസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് 124 അതിൽ നമ്മുടെ ഫസ്റ്റ് അർജൻറ്റീന തന്നെയാണ്. ലേറ്റസ്റ്റ് 124. ഇപ്പം ഇന്ന് രാവിലെ എന്തായിരുന്നു നമ്മുടെ കോപ്പ അമേരിക്ക 2024 കോപ്പ അമേരിക്കയും അർജൻറ്റീനയാണ് ജയിച്ചത് കേട്ടോ. അപ്പോൾ അവരാണ് ഫസ്റ്റ് എന്ന് വന്നിരിക്കുന്നത്. ഇനി യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ യുവേഫ പ്രസിഡന്റായി അലക്സാണ്ടർ ഷെഫറിനെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷനായ യുവേഫൻ്റെ പ്രസിഡന്റായിട്ട് അലക്സാണ്ടർ ഷെവറിനെ കേട്ടോ. അലക്സാണ്ടർ ഷെവറാണ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ്. യുവേഫൻ്റെ പ്രസിഡന്റാണ് അലക്സാണ്ടർ ഷെവർ. അതുപോലെ നമ്മൾ ഫിഫേൻ്റെ പ്രസിഡന്റ് പറഞ്ഞു 3ാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഇൻഫാന്റിനോ കേട്ടോ. ജിയോനി ഇൻഫാന്റിനോ ആണ്. ഇത് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ യുവേഫയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഷെഫറിനാണ്.